കലാഭവൻ മണിയുടെ ഇഷ്ടപ്പെട്ട ഒരു മാസ് സിനിമ. ഒരുപക്ഷെ അത് എനിക്ക് എന്നല്ല, ഓൾമോസ്റ്റ് എല്ലാവർക്കും അത് ഈ സിനിമയായിരിക്കും. പറഞ്ഞു വരുന്നത് 2005 പുറത്തിറങ്ങിയ ബെൻ ജോൺസൺ എന്ന സിനിമയെ പറ്റിയാണ്. 90കളിൽ നായകനായും സഹതാരമായും ഒക്കെ തുടങ്ങിയ കലാഭവൻ മണി വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലൂടെയാണ് സോളോ ലീഡായി തുടങ്ങുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ കരിയറിലെ ആദ്യത്തെ ഒരു പ്രോപ്പർ ഹെവി വെയിറ്റ് ഹീറോ കഥാപാത്രം എന്ന് പറയുന്നത് അത് ഈ സിനിമയിൽ തന്നെയായിരിക്കും. ഈ പടത്തിൽ എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അത് ആ ഫൈറ്റ് സീക്വൻസസ് തന്നെയാണ്. പടത്തിലെ ആദ്യത്തെ ഫൈറ്റിലെ ചില സ്ലോ മോഷൻ സംഭവങ്ങളൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അതിനുശേഷം ഉത്സവപ്പറമ്പിൽ വെച്ച് നാദിർഷയുടെ ഒരു പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഫൈറ്റും അടിപൊളിയായിരുന്നു. ക്ലൈമാക്സ് രംഗങ്ങൾ കുറച്ചധികം ഇമോഷണൽ ആയിരുന്നു. ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നരസിംഹത്തിന്റെയോ വല്യേട്ടന്റെയോ ക്ലൈമാക്സ് എടുത്താൽ നായകൻ താഴ്ന്നു നിൽക്കുന്നിടത്ത് നിന്നാണ് ക്ലൈമാക്സ് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും മൊത്തത്തിൽ എവിടെയൊക്കെയോ നായകന്റെ കൺട്രോളിലാണ് ആ സീൻ എന്ന് നമുക്കൊരു തോന്നൽ വരും. ഒരു മാസ് ആക്ഷൻ സിനിമയുടെ ക്ലൈമാക്സിന് ആ ഒരു തോന്നൽ അത്യാവശ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സിനിമയുടെ ക്ലൈമാക്സ് ഒരു പരിധിക്കപ്പുറം ഇമോഷണലും നായകൻ അത്യാവശ്യം തല്ലി വാങ്ങിച്ചു കൂട്ടുന്നുമുണ്ട്. ബട്ട് സ്റ്റിൽ കലാഭവൻ മണിയുടെ മികച്ചൊരു ആക്ഷൻ സിനിമ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഈ ഒരു പടം തന്നെയായിരിക്കും.